മഹായുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ചരിത്രത്തിലെ ഏറ്റവും സാഹസികവും വിസ്മയകരവുമായ സൈനിക നീക്കങ്ങളിലൊന്നാണ് ഡൺകിർക്ക് ഒഴിപ്പിക്കൽ. ചരിത്രത്തിലെ വെറുമൊരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ ഇടപെടൽ ദൃശ്യമായ ഒരു വലിയ അത്ഭുത വിജയം കൂടിയാണ് ഈ യുദ്ധത്തിൽ സംഭവിച്ചത്. ഓപ്പറേഷൻ ഡൈനാമോ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ട ഈ ദൗത്യം പരാജയത്തിന്റെ വക്കിൽ നിന്നുള്ള ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ്. സെപ്റ്റംബറിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരിതെളിഞ്ഞത്. തൊട്ടുപിന്നാലെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ ആദ്യ മാസങ്ങളിൽ കാര്യമായ പോരാട്ടങ്ങളൊന്നും നടന്നില്ല. ഇത് വ്യാജ യുദ്ധം എന്നറിയപ്പെട്ടു. എന്നാൽ 1940 മെയ് മാസത്തിൽ ചിത്രം മാറി. അഡോൾഫ് ഹിറ്റ്ലറുടെ നാസിപ്പട അതിവേഗത്തിലുള്ള ആക്രമണ തന്ത്രമായ ബ്ലിറ്റ്സ്ലീഗ് ഉപയോഗിച്ച് നെതർലൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് എന്നീ രാജ്യങ്ങളെ കീഴടക്കി ഫ്രാൻസിലേക്ക് കുതിച്ചു. സഖ്യകക്ഷികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അർഡനസ് വനമേഖലയിലൂടെ ജർമ്മൻ ടാങ്കറുകൾ ഇരച്ചുകയറി. ഇതോടെ ബ്രിട്ടീഷ് എക്സ്പെഡിഷണറി ഫോഴ്സും ഫ്രഞ്ച് സൈന്യത്തിന്റെ ഒരു വലിയ വിഭാഗവും വടക്കൻ ഫ്രാൻസിലെ ഒരു ചെറിയ തുറമുഖ നഗരമായ ഡൺകിർക്കിൽ വളയപ്പെട്ടു. ഒരു വശത്ത് അതിശക്തമായ ജർമ്മൻ സേന, മറുവശത്ത് വിശാലമായ ഇംഗ്ലീഷ് ചാനൽ. സഖ്യകക്ഷികൾ മരണത്തിനും തടവിനും ഇടയിലുള്ള നൂൽപാലത്തിലായി. ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യുമെന്ന ഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കുക എന്നതായിരുന്നു ഏക പോംവഴി. ഈ ദൗത്യത്തിന്റെ ചുമതല വൈസ് അഡ്മിറൽ ബെർട്രാം റാംസേയ്ക്ക് നൽകി. ഡോവർ കോട്ടയിലെ ഡൈനാമോ ജനറേറ്ററുകൾ പ്രവർത്തിച്ചിരുന്ന മുറിയിലിരുന്നാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. അതിനാൽ ഇതിന് ഓപ്പറേഷൻ ഡൈനാമോ എന്ന പേര് ലഭിച്ചു. മെയ് 26 ദൗത്യം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം കരുതിയിരുന്നത് പരമാവധി 45,000 പേരെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്നാണ്. കാരണം ജർമ്മൻ വ്യോമസേനയായ ലുഫ്റ്റ്വാഫെ ഡൺകിർക്ക് തുറമുഖവും നഗരവും ബോംബാക്രമണത്തിലൂടെ തകർത്തിരുന്നു. കപ്പലുകൾക്ക് അടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് സൈന്യം ഡൺകിർക്കിൽ കുടുങ്ങിയപ്പോൾ രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ലെന്ന് ലോകം കരുതി.
ആ സന്ദർശനത്തിൽ ജോർജ് ആറാമൻ രാജാവ് 1940 മെയ് 26 ഒരു ദേശീയ പ്രാർത്ഥനാ ദിനം പ്രഖ്യാപിച്ചു. രാജാവും പ്രജകളും ഒരുപോലെ പള്ളികളിൽ ഒത്തുകൂടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യുമെന്ന ഈ വചനം അന്വർത്ഥമാകുന്ന രീതിയിലായിരുന്നു തുടർന്നുള്ള സംഭവങ്ങൾ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 2 വലിയ കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി ജർമ്മൻ സൈന്യത്തോട് ആക്രമണം നിർത്തിവെക്കുവാൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു. തന്റെ ടാങ്കുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ഭയവും ലുഫ്റ്റ്വാഫെ വഴി സൈന്യത്തെ തകർക്കാമെന്ന ഹെർമൻ ഗോറിങ്ങിന്റെ ആത്മവിശ്വാസവുമാകാം ഹിറ്റ്ലറെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്. ഈ 48 മണിക്കൂർ സമയം സഖ്യകക്ഷികൾക്ക് സൈനികർക്ക് പ്രതിരോധം തീർക്കുവാനും പിൻവാങ്ങുവാനും നിർണായകമായി. മനുഷ്യബുദ്ധിക്ക് അപ്പുറത്തുള്ള ദൈവത്തിന്റെ നിയന്ത്രണം ഇവിടെ ദൃശ്യമാണ്. മറ്റൊന്ന്, സാധാരണയായി പ്രക്ഷുബ്ധമായിരുന്ന ഇംഗ്ലീഷ് ചാനൽ ആ ദിവസങ്ങളിൽ അതിശയകരമാംവിധം ശാന്തമായിരുന്നു. ഇത് ചെറിയ ബോട്ടുകൾക്ക് പോലും കടൽ കടന്ന് സൈനികരെ രക്ഷിക്കുവാൻ സഹായകരമായി. അതേസമയം ജർമ്മൻ വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയാത്ത വിധം കനത്ത മൂടൽമഞ്ഞ് ശത്രുക്കളുടെ കാഴ്ചയെ മറയ്ക്കുകയും ചെയ്തു. യുദ്ധക്കപ്പലുകൾക്ക് പുറമെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും സാധാരണ ജനങ്ങളും തങ്ങളുടെ ചെറിയ ബോട്ടുകളുമായി ജീവൻ പണയപ്പെടുത്തി സൈനികരെ രക്ഷിക്കുവാൻ മുന്നോട്ട് വന്നു. ഇത് ക്രിസ്തു പഠിപ്പിച്ച അയൽക്കാരനോടുള്ള സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വലിയ ഉദാഹരണമാണ്. മീൻപിടുത്ത ബോട്ടുകൾ, ലൈഫ് ബോട്ടുകൾ, ചരക്കു ബോട്ടുകൾ, ഉല്ലാസ നൗകകൾ, പുറം കപ്പലുകൾ എന്നിവ ഇതിലുണ്ടായിരുന്നു. പലതും സാധാരണക്കാർ തന്നെയാണ് ഓടിച്ചിരുന്നത്. ഈ ചെറിയ ബോട്ടുകൾ മരണത്തെ മുഖാമുഖം കണ്ട് ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്നു. ആ തീരത്തെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ചെന്ന് സൈനികരെ കയറ്റി ഉൾക്കടലിൽ കാത്തുനിൽക്കുന്ന വലിയ കപ്പലുകളിലേക്ക് എത്തിച്ചു. ഈ സാധാരണക്കാരുടെ ധീരതയാണ് ദൗത്യത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയത്. ഡൺകിർക്ക് തീരത്ത് സൈനികരുടെ അവസ്ഥ ദയനീയമായിരുന്നു. കിലോമീറ്ററുകളോളം നീളുന്ന വരികളിൽ അവർ കടലിൽ കഴുത്തറ്റം വെള്ളത്തിൽ മണിക്കൂറുകളോളം നിന്നു. മുകളിൽ നിന്ന് ജർമ്മൻ വിമാനങ്ങൾ ബോംബുകളും മെഷീൻ ഗൺ വെടിയുണ്ടകളും വർഷിച്ചുകൊണ്ടിരുന്നു. തകർന്ന കപ്പലുകളും മൃതദേഹങ്ങളും കൊണ്ട് കപ്പൽ നിറഞ്ഞുവെങ്കിലും സൈനികർ അച്ചടക്കം കൈവിട്ടില്ല. ബ്രിട്ടീഷ് വ്യോമസേന തങ്ങളുടെ സ്പ്ലിറ്റ് ഫയർ വിമാനങ്ങൾ ഉപയോഗിച്ച് ജർമ്മൻ വിമാനങ്ങളെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഫ്രഞ്ച് സൈന്യം നഗരത്തിന്റെ അതിർത്തികളിൽ ജർമ്മൻ പടയെ തടഞ്ഞു നിർത്തി ആത്മത്യാഗം ചെയ്തതാണ് ഇത്രയും പേരെ രക്ഷിക്കുവാൻ സഹായിച്ചത്. ജൂൺ 4 ദൗത്യം അവസാനിക്കുമ്പോൾ ലോകം കണ്ടത് അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു. കേവലം 30,000 പേരെ മാത്രം രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് കരുതിയെടുത്ത് 3,38,000-ലധികം സൈനികർ രക്ഷപ്പെട്ടു. അതേസമയം പങ്കെടുത്ത 933 കപ്പലുകളിൽ 697 കപ്പലുകൾ അവശേഷിക്കുകയും ചെയ്തു. തിരികെ എത്തിയ സൈനികരെ ബ്രിട്ടീഷ് ജനത ആവേശത്തോടെയാണ് വരവേറ്റത്. ഒരു വലിയ തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസമായിരുന്നു അത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. നമ്മൾ കടൽ തീരങ്ങളിലും ലാൻഡിംഗ് ഗ്രൗണ്ടുകളിലും പോരാടും, നമ്മൾ ഒരിക്കലും കീഴടങ്ങില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ സംഭവം ബ്രിട്ടീഷുകാർക്കിടയിൽ ഡൺകിർക്ക് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന പുതിയൊരു ആത്മവിശ്വാസം വളർത്തി. പ്രതിസന്ധികളിൽ തളരാതെ ഒന്നിച്ചു നിൽക്കുവാനുള്ള അവരുടെ കരുത്തായി ഇത് മാറി. ഡൺകിർക്ക് ഒഴിപ്പിക്കൽ നടന്നില്ലായിരുന്നുവെങ്കിൽ ബ്രിട്ടന് അവരുടെ ഏക പരിശീലനം ലഭിച്ച സൈന്യത്തെ നഷ്ടമാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഹിറ്റ്ലർക്ക് ബ്രിട്ടനെ എളുപ്പത്തിൽ കീഴടക്കുവാൻ കഴിയുമായിരുന്നു. രക്ഷപ്പെട്ട ഈ സൈനികരാണ് പിന്നീട് 1944 ഡി-ഡേ ആക്രമണത്തിലൂടെ ഫ്രാൻസിനെ മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. അതിനാൽ ഡൺകിർക്ക് ഒരു സൈനിക പിൻവാങ്ങലായിരുന്നുവെങ്കിലും അത് സഖ്യകക്ഷികളുടെ അന്തിമ വിജയത്തിന്റെ അടിത്തറയായിരുന്നു. പലരും ഡൺകിർക്കിനെ ഒരു ദൈവിക അത്ഭുതമായാണ് കാണുന്നത്. കടൽ ശാന്തമായിരുന്നതും ജർമ്മൻ ആക്രമണം താൽക്കാലികമായി നിന്നതും സാധാരണക്കാരുടെ അപ്രതീക്ഷിതമായ സഹായവും എല്ലാം ചേർന്ന് വലിയൊരു ദുരന്തത്തെ ഒഴിവാക്കി. ഇത് പ്രത്യാശയുടെയും മാനുഷിക ഐക്യത്തിന്റെയും ഉത്തമ ഉദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു.
ചരിത്രം പരിശോധിച്ചാൽ ഡൺകിർക്ക് ഒരു പരാജയത്തിന്റെ കഥയായി തോന്നാം. ഒരു സൈന്യം തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട കഥ. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു വലിയ വിജയത്തിന്റെ തുടക്കമായിരുന്നു. ലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചതിലൂടെ ബ്രിട്ടൻ തങ്ങളുടെ ആത്മവീര്യം വീണ്ടെടുത്തു. ഡൺകിർക്കിലെ ആ പിൻവാങ്ങലാണ് ലോകത്തെ നാസി അധിനിവേശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സഹായിച്ചത്. മനുഷ്യൻ നിസ്സഹായനാകുന്നയിടത്ത് ദൈവം പ്രവർത്തിക്കുന്നു എന്നതിന്റെ വലിയ തെളിവാണ് ഡൺകിർക്ക്. ലോകം ഇരുട്ടിലാകുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അവിടുന്ന് അത്ഭുതകരമായ വിടുതൽ നൽകുമെന്ന വലിയ പാഠമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.